ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ എന്നല്ല, ആക്ച്വലി ഈ വരുന്ന ആഴ്ച, നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ? അതിനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം യൂണിവേഴ്സിനോട്. എന്താണ് അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക, എന്തൊക്കെയായിരുന്നു നടക്കാൻ സാധ്യത, ആൻഡ് അതിന് നമ്മൾ എന്താണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന രീതിക്ക് നോക്കാം. ഓക്കെ, ഈ വരുന്ന 1 വീക്ക്, നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഞാൻ എന്തായാലും നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും നോക്കാം. ഓക്കെ, 2 ഓഫ് സോഡ്സ് ആണ് ഇവിടെ, ടവറും ഉണ്ട്. ഓക്കെ, എംപറർ, സ്റ്റാർ, Ace of Wands. Okay. Touch cards already. 7 of Swords, Page of Pentacles, King of Cups, Knight of Swords. ഓക്കെ, ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്, ചില എൻഡിങ്സ് എന്ന് പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. ചില കൺഫ്യൂഷൻസ് മാറുന്നതായിരിക്കാം. എനിക്ക് വലിയ നമ്മളിപ്പോൾ മേജർ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ, അപ്പം നമ്മൾ 2 കാര്യങ്ങളുടെ ഇടയിൽ നമ്മളൊരു ചോയ്സ് എന്ന് എടുക്കുമ്പോൾ ഒന്ന് നമ്മൾ വിട്ട് കളയേണ്ടി വരും അല്ലേ? അപ്പോൾ ഒന്നിൻ്റെ തകർച്ച എന്ന രീതിക്ക് നമുക്ക് പറയാം. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുത്ത് ചിലത് എൻഡ് ചെയ്യാൻ തീരുമാനിക്കും. ഓക്കെ, ചില എൻഡിങ്സ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ടവർ കാർഡാണ്. ഓക്കെ, ടവർ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ എന്നെടുക്കാം, ബ്രേക്കപ്പ് എന്നല്ല, ബ്രേക്ക് ഡൗൺ എന്നെടുക്കാം. ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, എൻഡിങ്സ് വരുന്നു എന്ന് പറയാം. പക്ഷെ അതൊരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ഓക്കെ, ആ ഒരു മാറ്റം ആക്ച്വലി വളരെ നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, വളരെ 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 നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇതിവിടെ എംപറർ, സ്റ്റാർ ആൻഡ് ഏസ് ഓഫ് വാൻസ് ആണ്. സോ നിങ്ങൾ ശരിക്കും ഒരു ഗ്രോത്തിലേക്കാണ് നിങ്ങൾ പോകുമ്പോൾ. ഈ ഒരു നെക്സ്റ്റ് 1 വീക്കിൻ്റെ ആണ് ഇത് എനർജി നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ആവും എന്നെടുക്കാം, അങ്ങനെ എടുക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ് കാണാൻ സാധിക്കും എന്ന് പറയാം. ചിലത് ലെറ്റ് ഗോ ചെയ്ത്, ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ചിലത് അവസാനിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന്, എൻഡായി പോവും ഓട്ടോമാറ്റിക്കലി. ചിലപ്പോൾ ആവും, ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് ചെയ്യും ചില സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തീരുമാനം എടുക്കും ചിലപ്പോൾ. എനിക്ക് ഇവിടെ ഡിസിഷൻ എന്ന രീതിക്ക് തോന്നുന്നുണ്ട്, 2 കാര്യങ്ങളുടെ ഡിസിഷൻ, തീരുമാനം. ഓക്കെ, അപ്പോൾ ആ തീരുമാനം നിങ്ങൾ എടുക്കുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ചില എൻഡിങ്സ് കൊണ്ടുവരും. പക്ഷേ എൻഡിങ്ങിന് ശേഷം ശരിക്കും നിങ്ങളൊരു നിങ്ങൾക്കൊരു ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റാർ എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളെ പലരും നിങ്ങൾ ബഹുമാനിക്കപ്പെടും, റെക്കഗ്നൈസ് ചെയ്യും നിങ്ങളെ ആൾക്കാർ. ഓക്കെ, നിങ്ങൾ ശരിക്കും ഒരു വളരെ സ്ട്രോങ് ഗ്രോത്ത് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും എനിക്ക് പറയാൻ വാക്കുകൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ശരിയാവില്ല, പക്ഷെ അത്രയും ഒരു ഗ്രോത്ത് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ തുടക്കങ്ങൾ എന്ന രീതിക്ക് പറയാം, പ്രൊമോഷൻ ആയിരിക്കാം, സ്റ്റാർഡം എന്ന രീതിക്ക് എടുക്കാം. ചിലവർ അത്രയും നിങ്ങളൊരു സ്റ്റാർഡം ലെവലിലേക്ക് മേ ബി നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു നല്ലൊരു അച്ചീവ്മെൻറ്റ് ലെവലിലേക്ക് നിങ്ങൾ വരും. മേ ബി ഇപ്പോൾ യൂട്യൂബ് ചാനലായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ ജോലി സ്ഥലത്തായാലും ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും നിങ്ങൾ പെട്ടെന്ന് മാനിക്കപ്പെടും. നിങ്ങളെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ ചില ടാലൻസ് റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങളെ തന്നെ എല്ലാവരും വളരെ റെസ്പെക്റ്റോടെ കാണും. ശരിക്കും ഒരു സ്റ്റാർ ലെവൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എംപററും ഉണ്ട്, സ്റ്റാറും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ആൻഡ് ഇത് നിങ്ങളുടെ ഒരു ടാലൻറ്റിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ടാലൻസ് ചിലർ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലെവലിലായിരിക്കാം. ഓക്കെ, ഒരു ഗ്രോത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണും. ഓക്കെ, നിങ്ങൾ ലീഡർഷിപ്പ് ലെവലിൽ എത്തും എന്ന് പറയാം. ഓക്കെ, ഇവിടെ 7 ഓഫ് സോഡ്സ്, പേജ് ഓഫ് പെൻഡിക്കിൾസ്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു വരും, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പറയാം. ഓക്കെ, നഷ്ടപ്പെട്ടത് പൊയ്ക്കോട്ടെ എന്ന് വെച്ച് വിട്ടേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി ഒരു ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നിയാൽ മേ ബി നിങ്ങളുടെ ഉള്ളിലെ സീക്രട്ട് ആയിട്ടുള്ള ആഗ്രഹം
അത് ഫുൾഫിൽ ആവുന്ന തരത്തിലായിരിക്കാം. നിങ്ങൾ മനസ്സിൽ നമ്മളിത് സീക്രട്ടാക്കി വെക്കുകയാണ്, സീക്രട്സ് എന്ന രീതിയിൽ പറയും. ചീറ്റിംഗ് മാത്രമല്ല സീക്രട്ട് എന്നും എടുക്കാറുണ്ട്. സോ സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷ്, എന്തെങ്കിലും ഒരു ആഗ്രഹം, അതും ചിലപ്പോൾ ഫുൾഫിൽ ആവുന്ന രീതിയിൽ പറയാം. ഓക്കെ, അങ്ങനെ എടുക്കാം നമുക്കിത്. ഇവിടെ നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരം ചിലത് വരും, അങ്ങനെയാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലെ ഒരു സീക്രട്ട് വിഷ്, ഒരു ആഗ്രഹം, അത് ഫുൾഫിൽ ആവുന്ന പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് എനർജീൻ്റെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്കൊരു ഓഫർ വരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തെങ്കിലും കിട്ടുന്ന പോലെയും. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു വിഷ് നിങ്ങളുടെ നടക്കുന്നതായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നു, ആ രീതിക്കും എടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു സീക്രട്ട് വിഷ് ആയിരുന്നിരിക്കും. ഓക്കെ, ആ വിഷ് നിങ്ങൾക്ക് നടക്കും. കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. മേ ബി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആരെങ്കിലും കൂടെ ഉണ്ട് എന്ന് എടുക്കാം. അതിപ്പോൾ പാരൻസ് ആവാം, ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്തോ ആവാം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമ്മളിവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഓഫർ വരും എന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, പുതിയൊരു ഓഫറുമായിട്ടൊരു പുതിയൊരു പേഴ്സൺ വരുന്നതായിട്ട് നമ്മൾ പറയാം. ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ എൻഡായി പോകുന്നതിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എൻഡിങ് ഉണ്ടെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് മേ ബി പുതിയതായിട്ട് നിങ്ങൾ പരിചയപ്പെടും. മേ ബി നെക്സ്റ്റ് വീക്ക് ആരെങ്കിലും നിങ്ങൾ പുതിയത് പരിചയപ്പെടാം. ആ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ടൊരു കണക്ഷൻ ഉണ്ടാവും എന്നും പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യങ്ങളിൽ കാണുക, ജസ്റ്റ് നോർമൽ എന്തെങ്കിലും ലൈഫിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആരെങ്കിലും കൂടെ വരും. അവർ നിങ്ങളെ വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് നൈറ്റ് ഓഫ് സോർട്സും ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സോ നെക്സ്റ്റ് വീക്ക് ഐ തിങ്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ മെയിൻ ഫോക്കസ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ്റെ പറയാം. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, മനസ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളും ആവാം. ലൈക്ക് നിങ്ങളൊരു പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഓക്കെ മതി, ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങുന്നു, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, അങ്ങനെ എന്തും ആവാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സീക്രട്ടായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പോകുന്നു, എന്ത് തരത്തിലും ആവാം. പക്ഷെ ഒരു ചേഞ്ച് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ നെക്സ്റ്റ് വീക്കിൻ്റെ എനർജിയാണ് നമ്മൾ പറഞ്ഞത്. നോക്കട്ടെ, നിങ്ങൾക്ക് ഗൈഡൻസ് കൂടി നോക്കാം. നമുക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളുടെ ഗൈഡൻസ് ആയിട്ട്. ട്രസ്റ്റ്, വെരി ഗുഡ്. ഗ്രാറ്റിറ്റ്യൂഡ്, പവർ, അസസിങ്, ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പാത്ത് ഉണ്ട്. റെസിലിയൻസ് ആണ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നേരത്തെ ടവറിൻ്റെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ ടവർ മൊമെന്റ് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടന്നാലും ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഓരോന്നിൽ നിന്നും റിക്കവർ ആയിട്ട് വരാനും വീണ്ടും വീണ്ടും ശ്രമിക്കാനും ഉള്ള ഒരു പവർ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ വിട്ടു പോകുന്നുണ്ട്, പക്ഷെ ആ വിട്ടു പോകുമ്പോഴും നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുന്നത് എനിക്ക് ശരിക്കും വാക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങൾ അങ്ങനെ വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് വരുന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങളുടെ ഗ്രോത്ത് ആണ് വരുന്നത്. സോ വെരി ഗുഡ്. ആക്ച്വലി ആ ചേഞ്ച് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സ്ഥലം മാറ്റം ആവാട്ടോ. ഓക്കെ, സ്ഥലം മാറ്റം, ജോലി മാറ്റം, അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഓക്കെ, പാത്ത് എന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ പാത്ത് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയ വഴി, പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അസസിങ് എന്ന് കാണുന്നുണ്ട്. നല്ലോണം പക്ഷെ ഒരു ഐ തിങ്ക് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലോണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ട്രസ്റ്റ് നിങ്ങൾ അവനവൻ്റെ മേലെ ട്രസ്റ്റ് വെക്കുക. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ആരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മേലെ ട്രസ്റ്റ് വെക്കാം എന്ന് പറയുന്ന യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. എല്ലാ ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് നടക്കും എന്ന്. ആക്ച്വലി ഇത് ഡിവൈൻ ടൈമിൻ്റെ കാര്യമായിരിക്കാം. യെസ്, ഓക്കെ. ചില സമയത്ത് നമ്മൾ ടവർ കാർഡിന് ഡിവൈൻ ടൈം എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ലൈക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല, തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ടൈമിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിയിൽ പറയാം. ഓക്കെ, സ്റ്റക്കായി നിന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെ, തീരുമാനമെടുക്കാതെ നിന്നത് മുന്നോട്ട് പോകുന്ന പോലെ. ഓക്കെ, സോ അതെല്ലാം ഡിവൈൻ ടൈമിൽ നടക്കും. ആ ഡിവൈൻ ടൈം ഐ തിങ്ക് എത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ ഐ തിങ്ക് റീഡിങ്ങിൽ ഞാൻ ഡിവൈൻ ടൈം നീട്ടേണ്ടി വരും. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിലുണ്ടായ എല്ലാ ബ്ലെസ്സിങ്സിനും നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാം.
എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് എനിക്ക് എപ്പോഴും മോശമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഓരോന്നും നിങ്ങൾക്ക് ഈവൻ ബുദ്ധിമുട്ടുകൾ വരുന്നതും ടെസ്റ്റ് വരുന്നതും എല്ലാം നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ദൈവം ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാത്തിനും എപ്പോഴും ചെറിയ 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 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനെല്ലാത്തിനും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, താങ്ക്സ് പറയുക. എൻ്റെ ഇവിടെ ഇത് പവർ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിച്ച് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളൊരു പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ പവറിലേക്ക് വരും. ആക്ച്വലി എംപററും പവറും എടുത്ത് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ലീഡർഷിപ്പ് ലെവലിൽ വരിക. ഓക്കെ, നിങ്ങൾ വളരെ ലൈക്ക് ഉയർന്നൊരു പൊസിഷനിലേക്ക് വരിക, പവർ കിട്ടുക നിങ്ങൾക്ക്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പവർ വരും നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, സോ അങ്ങനെ ആ രീതിക്കൊക്കെ പറയാം. എൻ്റെ ഇവിടെ ബ്യൂട്ടി എന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും മേ ബി നിങ്ങളെ കാണാൻ സ്റ്റാർ എന്ന് പറഞ്ഞു ഓൾറെഡി. സോ മേ ബി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ സ്റ്റാർ തന്നെ ആവുന്ന കാര്യങ്ങളായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, ബ്യൂട്ടിയുമായിട്ട് കണക്റ്റഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ ബ്യൂട്ടി തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ഗ്ലോ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ഗ്ലോ ചെയ്യും. ലൈക്ക് നിങ്ങൾ ബിക്കോസ് ആ ഇന്നർ ഹാപ്പിനെസ് ആണ്, നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നമ്മളൊരു ഗ്ലോ ഉണ്ടാവും നിങ്ങളുടെ മുഖത്ത്. ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, നിങ്ങൾ ബ്യൂട്ടിയിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവും, അങ്ങനെയാവാം. ഓക്കെ, ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലോ. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. ചിലത് യെസ് എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അവസാനിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും നല്ലതിന് വരാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള ഇടമുണ്ടാക്കുകയാണ്, അതിനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷേക്ക് നിങ്ങളെ ഒന്ന് പിടിച്ച് കുലുക്കാം, പക്ഷെ മുന്നോട്ട് ഐ തിങ്ക് നിങ്ങൾ ആ സ്ട്രെങ്ത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകും. ആൻഡ് വളരെ നല്ല കാര്യം. ഓക്കെ, സോ എനിവേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞത് അതാണ്, ആദ്യം തുടക്കം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത്, ഒരു ടവർ മൊമെന്റ് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക മനസ്സുകൊണ്ട്. ഓക്കെ, എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാവും. അത് ഞാൻ ആ ഒരു ചേഞ്ച് ഞാൻ എൻ്റെ ബെറ്ററിന് ഞാൻ യൂസ് ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് സ്ട്രോങ് ആക്കുക. ഓക്കെ, ആൻഡ് അത് ഡീൽ ചെയ്ത് പോകാൻ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഈ വീക്ക് നിങ്ങൾ വേണ്ടത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.